വിദ്യാർത്ഥികളെ, ബ്ലോക്ക് ബോർഡ് ഉപയോഗിച്ച് ഒരു ഫ്രെയിം സ്ട്രക്ചർ നിർമ്മിക്കുക എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും പോർട്ടബിൾ പവർ സർക്കുലർ സോ മെഷീൻ ഉപയോഗിച്ച് സോ ചെയ്യാൻ, ഒരു കോമൺ ഡോവ്ടെയിൽ ജോയിന്റ് ഉണ്ടാക്കാൻ, ഒരു ഫ്രെയിം അസംബിൾ ചെയ്യാനും പൂർത്തിയാക്കാനും. മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ്: ബ്ലോക്ക് ബോർഡ്, plywood, portable power circular saw, claw hammer, bar clamps, nails, marking tools, pencil, smoothing plane, sandpaper, fevicol, measure tape, marking gauge, dovetail saw, mortise chisel, drilling machine with bit, wooden screw, screwdriver. പ്രോസസ്: ഹോൾഡിംഗ് റൂൾ ഉപയോഗിച്ച് ബ്ലോക്ക് ബോർഡ് അതിന്റെ വലുപ്പത്തിനായി പരിശോധിക്കുക. നേരായ എഡ്ജ് ഉപയോഗിച്ച് ഡ്രോയിംഗ് അനുസരിച്ച് അടയാളപ്പെടുത്തുക. ചതുരവും പെൻസിലും പരീക്ഷിക്കുക. ചിത്രം 1. പോർട്ടബിൾ പവർ സർക്കുലർ സോ ഉപയോഗിച്ച് ഡ്രോയിംഗ് അനുസരിച്ച് 4 വശങ്ങളുടെയും ആകെ നീളം ഉണ്ടാക്കുക. ചിത്രം 2. മുൻ നമ്പർ 1.1.10 കാണുക. 150 × 19 × 1200 mm 2 എണ്ണം. 150 × 19 × 600 mm 2 എണ്ണം. മുകളിൽ, താഴെ, സൈഡ് കഷ്ണങ്ങൾ എന്നിവയുടെ രണ്ടറ്റത്തും പൊതുവായ ഡോവ്ടെയിൽ ജോയിന്റ് പിൻ സോക്കറ്റ് ഭാഗം അടയാളപ്പെടുത്തുക. മുൻ നമ്പർ 1.2.36 കാണുക. ശരിയായി സ്ക്രൂ ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ഫ്രെയിം കൂട്ടിച്ചേർക്കുക. ചിത്രം 3. എക്സ്റ്റൻഷൻ നമ്പർ 1.3.60 കാണുക. ഫ്രെയിമിന്റെ പിൻഭാഗത്ത് നൽകിയിരിക്കുന്ന അളവുകൾ അനുസരിച്ച് പ്ലൈവുഡ് ബോർഡ് തയ്യാറാക്കുക. ചിത്രം 4. ഫ്രെയിമിന്റെ പിൻവശത്ത് പ്ലൈവുഡ് സ്ഥാപിക്കുക. ചിത്രം 5. ചുറ്റിക ഉപയോഗിച്ച്, നെയിൽ ഉപയോഗിച്ച്, പ്ലൈവുഡ് ഉപയോഗിച്ച് ഫ്രെയിമുകൾ രണ്ടും കൂട്ടിച്ചേർക്കുക. മിനുസപ്പെടുത്തുന്ന തലം ഉപയോഗിച്ച് എല്ലാ ഉപരിതലവും മിനുസപ്പെടുത്തുക. ഫ്രെയിമിൽ ഉപരിതലത്തിൽ മുഴുവൻ സാൻഡ് പേപ്പർ പ്രയോഗിക്കുക. ചിത്രം 5. ആവശ്യമായ നീളത്തിന്റെയും വീതിയുടെയും വലുപ്പം പരിശോധിക്കുക.
ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് പോർട്ടബിൾ പവർ സർക്കുലർ സോ മെഷീൻ ഉപയോഗിച്ച് സോവിങ് ചെയ്യാൻ, ഒരു കോമൺ ഡോവ് ടെയിൽ ജോയിന്റ് ഉണ്ടാക്കാൻ, ഒരു ഫ്രെയിം അസംബിൾ ചെയ്യാനും പൂർത്തിയാക്കാനും ചെയ്യാൻ.